ഒരിക്കൽ ഒരു യഹൂദി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഇന്നകും തഖറഊന ആയതൻ ഫീ കിതാബില്ലാഹ് ലൗ അലൈനാ മഅശറൽ യഹൂദി ഉൻസിലത് ലത്തഖദ്നാ ദാലിക യൗമ ഈദ. അല്ലാഹുവിന്റെ കിതാബിൽ നിങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു ആയത്ത്, ആ ആയത്ത് ഞങ്ങൾക്ക് മേലാണ് അവതരിക്കപ്പെട്ടത് എങ്കിൽ ആ ആയത്ത് അവതരിക്കപ്പെട്ട ദിവസത്തെ ഞങ്ങൾ ഒരു ഈദായി ആഘോഷമായി കൊണ്ടാടുമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യു ആയ, ഏത് ആയത്താണ് നീ ഉദ്ദേശിച്ചത്? അയാൾ പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ആയത്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അയാൾ പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്നി ലഅഅലമു അൽ യൗമ അല്ലദീ ഉൻസിലത് ഫീഹി വൽ മകാന അല്ലദീ ഉൻസിലത് ഫീഹി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്ത് ഏത് സാഹചര്യത്തിലാണ് അവതരിച്ചത് എന്ന്, എവിടെ വെച്ചാണ് അവതരിച്ചത് എന്ന്, ഏത് ദിവസമാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഈ ആയത്ത് അവതരിച്ചത് എന്ന് എനിക്കറിയാം. ഫീ അശിയത്തിൽ ജുമുഅത്തി യൗമ അറഫ, അറഫ ദിവസം ജുമുഅ ദിവസമാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. ഈ ആയത്താണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഏറ്റവും അവസാനമായി അവതരിച്ച ആയത്ത് എന്ന് മുഫസ്സിറുകൾ അഭിപ്രായപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. അറഫ ദിവസത്തിൽ, മഹത്തായ ദിവസത്തിൽ, മഹത്തായ ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിച്ച അവസാന ആയത്ത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. അല്ലാഹു പറയുകയാണ്, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് നിങ്ങൾക്ക് മേൽ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ദീനായി, മതമായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന ആയത്താണത്. സഹോദരങ്ങളെ, ഈ ആയത്തിൽ ഓരോ മുസ്ലിമും മനസ്സിലാക്കിയിരിക്കേണ്ട, അവന്റെ വിശ്വാസവുമായി ബന്ധമുള്ള 3 അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കൽ വളരെ നിർബന്ധമായ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഓരോ മുസ്ലിമും മനസ്സിലാക്കിയിരിക്കേണ്ട അവന്റെ വിശ്വാസത്തിൽപ്പെട്ട ഒന്നാമത്തെ അടിസ്ഥാനം, ഈ ദീനുൽ ഇസ്ലാം അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമാക്കി തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം ദീൻ പരിപൂർണമായ ദീനാണ്. ആ ദീനിൽ യാതൊരു കുറവുകളുമില്ല. ഇസ്ലാമിന്റെ ഏതൊരു മേഖലയിലും പരിശോധിച്ചു നോക്കിയാൽ അതിൽ യാതൊരു കുറവും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ചില ആളുകൾ ജൽപ്പിക്കുന്നത് പോലെ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പഴയ അറേബ്യൻ കാലഘട്ടത്തിലേക്ക് മാത്രം യോജിക്കുന്ന ഒരു മതം, ഒരു ദീൻ അല്ല ഇസ്ലാം. മറിച്ച് ഇന്നും നാളെയും ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരേക്കും മനുഷ്യന്റെ എല്ലാ നന്മകളും ഉള്ളടങ്ങുന്ന ഒരു പരിപൂർണമായ ദീനാണ് ദീനുൽ ഇസ്ലാം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മനുഷ്യരുടെ ദുനിയാവിന്റെ നന്മകളാകട്ടെ, പരലോകത്ത് നന്മകളാകട്ടെ, അതിപരിപൂർണമായും ഈ ദീനിൽ നിലകൊള്ളുന്നു. ഈ ദീനിലേക്ക് പുതിയ നിയമങ്ങൾ, മനുഷ്യന്മാരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള പല നിയമങ്ങളും പുതിയതായി ഈ ദീനിന് ആവശ്യമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ദീൻ അത് പൂർത്തീകരിക്കപ്പെട്ട ദീനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ദീൻ പൂർത്തീകരിച്ചത്. അവിടുന്ന് പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹുവാണ് ഈ ദീൻ പൂർത്തീകരിച്ചത്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ആരുമല്ല, അള്ളാഹുവിന്റെ റസൂലുമല്ല, അള്ളാഹുവാണ് ഈ ദീനിനെ പൂർത്തീകരിച്ചത്. എല്ലാം അറിയുന്ന, എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചറിഞ്ഞ, എല്ലാ കാര്യങ്ങളെ പറ്റിയും അങ്ങേയറ്റം യുക്തിയുള്ള, മനുഷ്യന്റെയും സകല ചരാചരങ്ങളുടെയും വികാരങ്ങളും വിചാരങ്ങളും അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ദീൻ പൂർത്തീകരിച്ചിട്ടുള്ളത്. ആ അല്ലാഹു പൂർത്തീകരിച്ച ദീനിൽ ഇനി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കടത്തിക്കൂട്ടാൻ ആവശ്യമില്ല. പുതിയ പുതിയ കാര്യങ്ങൾ ഈ ദീനിലേക്ക് കടത്തിക്കൂട്ടേണ്ട ആവശ്യം ഈ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരു മനുഷ്യന് ആവശ്യമായ, അവന്റെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഈ ദീനിലൂടെ പരിപൂർണമായി പഠിപ്പിച്ചിട്ടുണ്ട്.
രാഷ്ട്രീയപരമായ കാര്യങ്ങളാകട്ടെ, സ്വഭാവപരമായ കാര്യങ്ങളാകട്ടെ, കുടുംബപരമായ കാര്യങ്ങളാകട്ടെ, കച്ചവടപരമായ കാര്യങ്ങളാകട്ടെ, ഏതു മേഖലകളും ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു മേഖലയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ അടിസ്ഥാനം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങൾ, അല്ലാഹു പറഞ്ഞു വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്ത്, എന്റെ അനുഗ്രഹം അഥവാ ദീനുൽ ഇസ്ലാം അത് നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച നിഅമത്ത്, അനുഗ്രഹം, അത് ഇസ്ലാം എന്ന അനുഗ്രഹമാണ്. അതിനേക്കാൾ വലിയ അനുഗ്രഹം മറ്റൊന്നുമില്ല. നമ്മളെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, പിഴച്ചുപോയ ജൂതനസ്രാണികളുടെ പാതയിലല്ലാതെ അമ്പിയാക്കളുടെയും സാലിഹീങ്ങളുടെയും സിദ്ദീഖുകളുടെയും പാതയിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് ചേർത്തു എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇതിനേക്കാൾ വലിയ നിഅമത്ത് മറ്റൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇരിക്കുന്ന നമ്മളെ നസ്രാണികളാക്കിയില്ല, ഈ ഇരിക്കുന്ന നമ്മളെ ജൂതന്മാരാക്കിയില്ല, ഈ ഇരിക്കുന്ന നമ്മളെ ബഹുദൈവ വിശ്വാസികളാക്കിയില്ല, ഈ ഇരിക്കുന്ന നമ്മളെ ജാറങ്ങളിലേക്കും മഖബറകളിലേക്കും ബിംബങ്ങളുടെ മുന്നിലേക്കും ആരാധനകളുമായി പോകുന്ന ആളുകളാക്കിയില്ല. മറിച്ച് ഇസ്ലാമിന്റെ മക്കളാക്കി, നമ്മളെ മുസ്ലിമീങ്ങളാക്കി. ഇതിനേക്കാൾ വലിയ നിഅമത്ത് സഹോദരങ്ങളെ മറ്റൊന്നുമില്ല. ഈ നിഅമത്തിന്റെ വില മനസ്സിലാക്കി, ഈ നിഅമത്തിന്, ഈ അനുഗ്രഹത്തിന് ഏകനായ റബ്ബിനോട് നന്ദി കാണിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. ഈ ഇസ്ലാമിന്റെ പേരിൽ അള്ളാഹുവിനെ നന്ദി കാണിക്കേണ്ടത്, അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ചു തന്ന ഈ നിഅമത്ത് എന്ന ഇസ്ലാം അതിനെ പഠിച്ചുകൊണ്ടാണ്. ആ ഇസ്ലാമിന്റെ മേഖലകൾ, വിശ്വാസപരമായ മേഖലകൾ, കർമ്മപരമായ മേഖലകൾ, ഇങ്ങനെ ഇസ്ലാമിന്റെ പാഠങ്ങൾ പഠിക്കുകയും പകർത്തുകയും ചെയ്തുകൊണ്ട് ആ ഇസ്ലാമിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആ ഇസ്ലാമിനെ മുറുകെ പിടിച്ച് ജീവിച്ചുകൊണ്ടാണ് ഈ ഇസ്ലാം എന്ന അനുഗ്രഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കേണ്ടത്. സഹോദരങ്ങൾ, ഈ ഇസ്ലാം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെന്ന് ഏറ്റെടുത്ത ദീനാണ്. ഈ ഇസ്ലാം ഒരിക്കലും മാറി മറിയുകയില്ല, ഇസ്ലാം ഒരിക്കലും പരാജയപ്പെടുകയില്ല. കാരണം ലോകങ്ങളുടെ റബ്ബാണ് ഈ ഇസ്ലാമിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ കാര്യത്തിലും ആരും പേടിക്കേണ്ടതില്ല. മറിച്ച് പേടിക്കേണ്ടത് സ്വന്തം കാര്യത്തിലാണ്. ഈ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ, ഈ ഇസ്ലാമിൽ നിന്ന് വഴിതെറ്റി പോകുമോ എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് സഹോദരങ്ങളെ ഭയപ്പെടേണ്ടത്. ഈ ഇസ്ലാമിനെ പഠിക്കുകയും പകർത്തുകയും ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുകയും ഇസ്ലാമിനെ അങ്ങേയറ്റം മുറുകെ പിടിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഇസ്ലാം എന്ന അള്ളാഹു പൂർത്തീകരിച്ച അനുഗ്രഹത്തെ നമ്മൾ ഓരോരുത്തരും നന്ദി കാണിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു മയ്യർതദ്ദ മിൻകും അൻ ദീനി, അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങളിൽ നിന്ന് ഈ ദീൻ ഉപേക്ഷിച്ചുകൊണ്ട് മുർത്തദ്ദുകളായി ആരെങ്കിലും പോയാൽ ഫസൗഫ യഅതില്ലാഹു ബിഖൗം, അവർ പോയതുകൊണ്ട് ഇസ്ലാമിന് യാതൊരു നഷ്ടവുമില്ല. നിരീശ്വരവാദികളായി, നാസ്തികരായി, യുക്തിവാദികളായി ഈ ദീനിനെ ഉപേക്ഷിച്ചു പോയ ആളുകൾ ഈ ദീനിന് യാതൊരു നഷ്ടവും വരുത്തുന്നില്ല. മറിച്ച് ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, നഷ്ടം അവർക്ക് മാത്രമാണ്. ഇസ്ലാമിനെ പിന്നോട്ടെറിഞ്ഞവർക്ക് മാത്രമാണ് നഷ്ടം. അവർ ഇസ്ലാമിനെ ഉപേക്ഷിച്ചു പോയാൽ അവരല്ലാത്ത ഒരു സമൂഹത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. യുഹിബ്ബുഹും വ യുഹിബ്ബൂന, അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ അന്തസ്സോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ പോരാടും. വലാ യഖാഫൂന ലൗമത ലായിം, ഒരാക്ഷേപന്റെ ആക്ഷേപങ്ങളും വകവെക്കാതെ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാം അതിന് യാതൊരു കുറവുമില്ല. ഇസ്ലാം അത് ഒരു മാറ്റവുമില്ലാതെ നിലകൊള്ളും. ആ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇതാണ് രണ്ടാമത്തെ അടിസ്ഥാനം. മൂന്നാമത്തെ അടിസ്ഥാനം ഈ ആയത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത ഈ ഇസ്ലാമ ദീൻ, ആ ദീനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് മേൽ തൃപ്തിപ്പെട്ടത് എന്നാണ്. ഈ ദീനല്ലാത്ത ഒരു ദീനും, ഈ മതമല്ലാത്ത ഒരു മതവും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയില്ല.
എല്ലാവരും അള്ളാഹുവിന്റെ ഈ ദീനല്ലാത്ത മറ്റേതെങ്കിലും ദീൻ തൃപ്തിപ്പെട്ട് അതിനെ തേടിപ്പോയാൽ അത്തരം ദീനുകളെല്ലാം, ഇസ്ലാമല്ലാത്ത ദീനുകളെല്ലാം അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന, അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന ദീനാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള ദീൻ അത് ഇസ്ലാം മാത്രമാണ് എന്ന് ഇത് ഓരോ മുസ്ലിമും അടിയുറച്ച് വിശ്വസിക്കേണ്ട അവന്റെ അടിസ്ഥാനപരമായ വിശ്വാസ പാഠമാണ്. ഇതിലൊരു മുസ്ലിമിന് സംശയം ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമല്ലാത്ത മറ്റു ദീനുകളും അള്ളാഹുവിന് ഇഷ്ടമുള്ള ദീനുകളാണ്, അതും അള്ളാഹുവിനെ എത്തിക്കുന്ന ദീനുകളാണ് എന്ന ചിന്ത ഒരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടാകുവാൻ പാടുള്ളതല്ല സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനല്ലാത്ത മനുഷ്യന്മാരുണ്ടാക്കിയ, മറ്റാളുകൾ ഉണ്ടാക്കിയ ദീൻ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. അത് അള്ളാഹുവിന് വെറുപ്പുള്ള, അള്ളാഹുവിന് കോപമുള്ള ദീനുകളാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള, അള്ളാഹുവിന്റെ തൃപ്തിയുള്ള, പരലോകത്തിൽ രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന, പരലോകത്തിൽ രക്ഷപ്പെടുന്ന ഒരു ദീൻ അത് ഇസ്ലാം ദീൻ മാത്രമാണ് എന്നുള്ളതാണ്. അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീൻ ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ. കുഫാറുകളായ, കാഫിറുകളായ, ഇസ്ലാം അതല്ലാത്ത ദീനിനെ സ്വീകരിച്ച ആളുകൾ, അവർ ജൂതന്മാരാകട്ടെ, നസ്രാണികളാകട്ടെ, മറ്റേ ബഹുദൈവാരാധകരാകട്ടെ, അവരെല്ലാം ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ, അവരെല്ലാം നരകത്തിൽ ശാശ്വതരാണ് എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്മഉ ബി യഹൂദിയുൻ വലാ നസ്റാനിയുൻ സുമ്മ ലം യുഅ്മിൻ ബി. ഒരു ജൂതനാകട്ടെ, ഒരു നസ്രാനിയാകട്ടെ, അവൻ എന്നെ കേട്ടതിനു ശേഷം, എന്നെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം എന്നിൽ അവൻ വിശ്വസിച്ചില്ലയോ, ഇല്ലാ അദ്ഖലഹു അല്ലാഹു അന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുകയില്ല എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു തൃപ്തിപ്പെടുന്ന ദീൻ അത് ഇസ്ലാം ദീൻ മാത്രമാണ്. ആ ദീനല്ലാത്ത മറ്റൊരു ദീനും അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കോപമുണ്ടാക്കുന്ന ദീനുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നിന്ന് ഈ 3 അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.